എൻജിൻ കമ്പോണൻറ്റുകൾക്ക് മതിയായ ലൂബ്രിക്കേഷൻ നൽകുകയും അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള ഘർഷണം കുറച്ച് ഓവർ ഹീറ്റാതെ തടയുക, ഇതാണ് എൻജിൻ ഓയിലിൻ്റെ പ്രാഥമികമായ ധർമ്മം. എൻജിൻ ഓയിലിൻ്റെ അളവ് പരിശോധിക്കാനായി ഡിപ്പ് സ്റ്റിക്ക് അഥവാ ഓയിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടാകും. ഈ ഡിപ്പ് സ്റ്റിക്ക് ഊരിയതിന് ശേഷമായിരിക്കും മാനുവൽ ഗിയർ ട്രാൻസ്മിഷനില്ലാത്ത മിക്കവാറും എല്ലാ സ്കൂട്ടറുകളിലും എൻജിൻ ഓയിൽ റീഫിൽ ചെയ്യുന്നത്. പല ബ്രാൻഡുകളിലും ഗ്രേഡിങ്ങിലുമായി എൻജിൻ ഓയിൽ വിപണിയിൽ സുലഭമാണ്. സെർവോയുടെ 20W40 എന്ന എൻജിൻ ഓയിലാണിത്. വിസ്കോസിറ്റി വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് 10W30, 20W50 ഇങ്ങനെ പല ഗ്രേഡിങ്ങുകളിൽ എൻജിൻ ഓയിൽ ലഭ്യമാണ്. ഓയിലുകളുടെ വിസ്കോസിറ്റിയുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ പല പല ഗ്രേഡിങ്ങുകൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 10W30 എന്ന ഓയിൽ 20W40യേക്കാളും കനം കുറഞ്ഞതായിരിക്കും, അതായത് തിന്നായിരിക്കുമെന്നർത്ഥം. ഇവിടെ W സൂചിപ്പിക്കുന്നത് വിന്റർ വിസ്കോസിറ്റി അഥവാ തണുപ്പുള്ള കണ്ടീഷനിൽ ഓയിലിനുണ്ടാവുന്ന വിസ്കോസിറ്റി എന്നതാണ്. മാനുവൽ ഗിയർ ചേഞ്ചിങ് ഇല്ലെങ്കിലും സ്കൂട്ടറുകളിൽ ഗിയർ ബോക്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കാണുന്ന രണ്ടുമാണ് സ്കൂട്ടറുകളിലെ ട്രാൻസ്മിഷൻ ഓയിൽ അഥവാ ഗിയർ ഓയിൽ ഡ്രെയിൻ ബോൾട്ടുകൾ. ഹീറോയുടെയും ഹോണ്ടയുടെയും മിക്കവാറും എല്ലാ വണ്ടികളിലും ഗിയർ ഓയിൽ അഥവാ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ കപ്പാസിറ്റി 120 ml അഥവാ 0.12 ലിറ്റർ ആണ്. ഓരോ വണ്ടിയുടെയും എൻജിൻ ഓയിൽ കപ്പാസിറ്റിയുള്ള ഡിഫറൻസ് പോലെ ട്രാൻസ്മിഷൻ ഓയിൽ അഥവാ ഗിയർ ഓയിലിന്റെ കപ്പാസിറ്റിയിലും ഓരോ വണ്ടിയിലും വ്യത്യാസം വരാറുണ്ട്. ഉദാഹരണത്തിന് സുസുക്കി ആക്സസിന്റെ ഗിയർ ഓയിൽ കപ്പാസിറ്റി 50 ml ആണ്. വീഡിയോയുടെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ ഞാൻ ആദ്യം കാണിച്ചത് സെർവോയുടെ എൻജിൻ ഓയിലാണ്. ഇത് സെർവോയുടെ തന്നെ ഗിയർ ഓയിലാണ്. എൻജിൻ ഓയിലിനെ അപേക്ഷിച്ച് ഗിയർ ഓയിലിന് താരതമ്യേന കട്ടി അഥവാ വിസ്കോസിറ്റി കൂടുതലാണ്. അതിനുള്ള കാരണം അതിൻ്റെ ഗ്രേഡിംഗ് തന്നെ. SI 90 ആണ് ഗിയർ ഓയിലിൻ്റെ ഗ്രേഡിംഗ്. ഈ ഗ്രേഡിങ്ങിലുള്ള ഗിയർ ഓയിലാണ് എല്ലാത്തരം സ്കൂട്ടറുകളുടെയും ഗിയർ ബോക്സിൽ ഒഴിക്കേണ്ടത്. മിക്കവാറും മെക്കാനിക്കുകളെല്ലാം എൻജിൻ ഓയിൽ തന്നെയാണ് വണ്ടിയുടെ ഗിയർ ബോക്സിൽ ഒഴിക്കാൻ ഉപയോഗിക്കുന്നത്. എൻജിൻ ഓയിൽ ചേഞ്ചിങ്ങിന് ശേഷം മിച്ചം വരുന്ന ഓയിൽ ഗിയർ ബോക്സിൽ ഒഴിച്ചതിന് ശേഷം ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ കാശ് ചാർജ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വർക്ക്ഷോപ്പുകാർക്ക് ഇതുപോലെ വെറുതെ കാശ് കൊടുക്കാമെന്നുള്ളത് ഒഴിച്ച് ഗിയർ ബോക്സിൽ എൻജിൻ ഓയിൽ ഒഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പം വരാനില്ല. താങ്ക്